കോഴിക്കോട് മാങ്കാവിൽ ഗതാഗതക്കുരുക്കിനിടെ സ്വകാര്യ ബസ് ഗുഡ്സ് വാനിൽ മനഃപൂർവ്വം ഇടിപ്പിച്ച ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. മഞ്ചേരി സ്വദേശി ഷിനിത്തിന്റെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. 5 ദിവസത്തെ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കാനും എൻഫോഴ്സ്മെന്റ് RTOയുടെ നിർദ്ദേശമുണ്ട്. സിനോജ് തോമസ് വിവരങ്ങൾ നൽകും. സിനോജ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കടുത്ത തെറ്റായിരുന്നു, അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയും ഉണ്ടായിരിക്കുന്നു അല്ലെ സിനോജ്? തീർച്ചയായിട്ടും ഷിഹാസ്, ശ്രുതി, അതായത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോഴിക്കോട് മാങ്കാവിൽ വെച്ച് ഈ സംഭവം നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണറിനെ ഈ വിഷയത്തിൽ ഇടപെടുകയും കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് RTO അന്വേഷണം നടത്തിയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ ബസിന്റെ ഡ്രൈവർ, കോഴിക്കോട് മഞ്ചേരി റൂട്ടിലോടുന്ന സോയിഡ് ബസിന്റെ ഡ്രൈവർ മഞ്ചേരി സ്വദേശി ഷിനിത്തിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ വിശദീകരണം തേടി. അതിനുശേഷമാണ് 6 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പിന്റെ 5 ദിവസത്തെ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കാനും ഷിനിത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷിനിത്ത് നൽകിയ മറുപടി എന്ന് പറയുന്നത്, അദ്ദേഹം തെറ്റായ ദിശയിൽ ബസ് കയറി അത് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിന് വേണ്ടിയാണ്. മാങ്കാവിൽ വലിയ ഗതാഗത കുരുക്കുണ്ടാകുന്ന ഒരു പ്രദേശമാണ് മാങ്കാവ്. ആ സ്ഥലത്ത് മറ്റൊരു വാഹനത്തെ മറികടന്ന് വന്ന സമയത്താണ് എതിർദിശയിൽ ഈ ഗുഡ്സ് വാൻ വരുന്നത്. അങ്ങനെ 2-3 തവണ ബസ് പുറകോട്ടെടുത്തെങ്കിലും പുറകോട്ടെടുക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഗുഡ്സ് വാന്റെ ഡ്രൈവറും ആ വാൻ മുന്നോട്ടെടുത്തു. ആ സമയത്ത് പ്രകോപനമുണ്ടായി ബസ് മുന്നോട്ടെടുത്ത് ഇടിപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് ഷിനിത്ത് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അത് ഗുരുതരമായ നിയമലംഘനോ ഒപ്പം തന്നെ അപകടം വരുത്തുന്ന രീതിയിൽ, മനുഷ്യജീവനം തന്നെ അപകടം വരുത്തുന്ന രീതിയിലാണ് ആ ബസിന്റെ ഡ്രൈവറെ ഷിനിത്ത് പെരുമാറിയത്. അതുകൊണ്ടാണ് 6 മാസത്തേക്ക് ആ ഷിനിത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഗുഡ്സ് വാനിന്റെയും ബസിന്റെ ഉടമകൾ തമ്മിൽ ഇടപെട്ട് ആ വാഹനം ഇടിപ്പിച്ച കേസ് അത് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ മോട്ടോർ വാഹന വകുപ്പിന് ഈ നിയമലംഘനത്തിന് കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഷിഹാസ്, ശരി, സിനോജ് തോമസ് ആണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.